ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ അത്ര തന്നെ ഇമ്പാക്റ്റ് ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറിനെ കഴിഞ്ഞ് ഫാൻ ബേസ് ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ആ ഒരു സംഗതി പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ് ആനിമെ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഗംഭീര സൈഡ് ക്യാരക്ടേഴ്സിനെ ആനിമെ നമുക്ക് മുന്നിലേക്ക് പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. സാസ്കെ, യൂനോ, ഗോജോ സത്തോറു, വെജറ്റ, അതുപോലെ തന്നെ ഇപ്പം ഇങ്ങ് വൺ പീസിലേക്ക് വരികയാണെങ്കിൽ റോർനോവ സോറോ. സോ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതും ഈ ഒരു റോർനോവ സോറോയെ പറ്റി തന്നെയാണ്. കാരണം ആസ് എ സൈഡ് ക്യാരക്ടർ ഈ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി പീക്കാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് റോർനോവ സോറോ. റോർനോവ സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എത്ര ഗംഭീരമായിട്ടാണ് ഒട നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതായത് ഈ ഒരു ക്യാരക്ടറിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ അനാലിസിസ് തന്നെ നടത്തുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബുഷിഡോ. ബുഷിഡോ എന്ന് പറയുന്നത് പണ്ട് ജപ്പാനിലുണ്ടായിരുന്ന സാമുറൈസ് ഫോളോ ചെയ്ത് പോകുന്നിരുന്ന ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആയിരുന്നു. അതായത് തങ്ങളുടെ ജീവൻ്റെ അത്രയും വാല്യൂ കൊടുത്ത് പോകുന്നിരുന്ന ഒരു സംഭവമായിരുന്നു ബുഷിഡോ. ഇതില്ലെങ്കിൽ ജപ്പാനിൽ സാമുറൈസ് ഇല്ല, ഇതാണ് തങ്ങളുടെ ലൈഫ്, ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം തങ്ങൾ പോകുന്നതെന്നുള്ളൊരു സംഭവം വെച്ചുകൊണ്ടായിരുന്നു ജാപ്പനീസ് സാമുറൈസ് ആ ഒരു കാലത്ത് ജീവിച്ചു പോന്നിരുന്നത്. അപ്പം ഈ ഒരു ബുഷിഡോയ്ക്കകത്ത് 7 വെർച്യൂസ് അല്ലെങ്കിൽ 7 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തെയാണ് റൈറ്റസ്നെസ്, പിന്നെ കറേജ് ഉണ്ട്, ബെനവലൻസ് ഉണ്ട്, റെസ്പെക്റ്റ് അല്ലെങ്കിൽ മൊറാലിറ്റി ഉണ്ട്, ട്രൂത്ത്ഫുൾനെസ് ഉണ്ട്, ഹോണർ ഉണ്ട്, ലോയാലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയ ഈ ഒരു ബുഷിഡോയെ വളരെ ഗംഭീരമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നൊരു ക്യാരക്ടറാണ് നമ്മുടെ റോർനോവ സോറോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും ഞാനെടുത്ത് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം പിടിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഈ ഒരു കാര്യത്തിന്, അതായത് സോറോ ഫോളോ ചെയ്ത് പോകുന്ന ഈ ഒരു 7 വെർച്യൂസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീനാണ് ത്രില്ലർ ബാർക്ക് ആർക്കിനകത്തുള്ള 377ാമത്തെ എപ്പിസോഡ്. ആ ഒരു എപ്പിസോഡിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം വൺ പീസിലെ തന്നെ വൺ ഓഫ് ദ പീക്കസ്റ്റ് എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന സോറോ എന്ന് പറയുന്ന ക്യാരക്ടർ എത്രമാത്രം പീക്കസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എൻ്റെ മോനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൊരു സാധാരണ സൈഡ് ക്യാരക്ടർ ഒന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ MC ലെവലിലേക്ക് കയറാൻ പറ്റത്തക്ക രീതിക്കുള്ളൊരു ഐറ്റമാണെന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിച്ച ഒരു എപ്പിസോഡായിരുന്നു 377ാമത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കണ്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലുഫി ഏത് നിമിഷവും മരിക്കാം എന്നുള്ള സിറ്റുവേഷനിൽ അത്രയും വലിയൊരു പെയിൻ എൻഡ്യൂർ ചെയ്ത് പോവുകയാണ്. അതായത് ആ ഒരു ക്യാരക്ടറിന് ബോധം പോലും ഇല്ല, കിളി പോയി ആ ഒരു ക്യാരക്ടർ ഏത് നിമിഷവും മരിച്ചു വീഴും എന്ന് മനസ്സിലാക്കിയ ആ ഒരു മൊമെൻറ്റിൽ സോറോ കൂമയോട് പറയുന്നുണ്ട് ലുഫിയുടെ ബോഡിയിലുള്ള ആ ഒരു എൻറ്റയർ പെയിൻ തൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈവൻ ആ ഒരു പെയിൻ്റെ ഒരു ചെറിയ അംശം പോലും ചിലപ്പോൾ നമ്മുടെ സോറോയുടെ ബോഡി ചെന്ന് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും. അതൊന്നും ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ളൊരു കെൽപ്പ് സോറോയ്ക്കില്ല. എങ്കിൽ പോലും തൻ്റെ മുന്നിൽ കിടന്ന് തൻ്റെ ക്യാപ്റ്റൻ മരിക്കുന്നതിലും ഭേദം താൻ മരിക്കുന്നതാണ്. തൻ്റെ സാക്രിഫൈസിനാണ് ഏറ്റവും കൂടുതലും വാല്യൂ. തൻ്റെ ക്യാപ്റ്റൻ ഒരിക്കലും മരിക്കുവാൻ പാടില്ല, തൻ്റെ ക്യാപ്റ്റൻ്റെ ഡ്രീംസിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് കരുതിക്കൊണ്ട് ആ ഒരു ക്യാരക്ടർ ആ ഒരു പെയിൻ തൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. ആ ഒരു സീക്വൻസിൽ തന്നെ മനസ്സിലാകും ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം ഗംഭീരമാണെന്ന്. ഇതിനകത്ത് റൈറ്റസ്നെസ് എന്ന് പറയുന്ന ആ ഒരു ഒന്നാമത്തെ 7 വെർച്യൂസിലെ കാര്യത്തിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശരികളുണ്ട്, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കോട്ട പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്യാരക്ടർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ ഒരു റൈറ്റസ്നെസ്സിന് വേണ്ടിയാണ് ആ ഒരു ക്യാരക്ടർ ജീവിച്ച് പോകുന്നത്. അപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ക്യാപ്റ്റൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്യാരക്ടർ ആസ് എ ക്രൂ മെമ്പർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ തൻ്റെ മുന്നിൽ കിടന്ന് തൻ്റെ ക്യാപ്റ്റൻ മരിക്കില്ലേ എന്നുള്ള ആ ഒരു റൈറ്റസ്നെസ്, അതുപോലെ തന്നെ കറേജ്. അതായത് കറേജ് എന്ന് പറയുമ്പോഴത്തേനും ചാവാൻ ഒരു തരത്തിലുള്ള പേടിയില്ല എന്നുള്ള സംഭവമല്ല, പകരം മരിക്കാൻ പേടിയുണ്ടെങ്കിൽ കൂടെ തൻ്റെ ക്യാപ്റ്റന് വേണ്ടി സാക്രിഫൈസ് നടത്താൻ ഒരു തരത്തിലുള്ള കുഴപ്പവും ഇല്ലാത്തൊരു ക്യാരക്ടർ. അതുപോലെ തന്നെ ലോയാലിറ്റി, തൻ്റെ ക്യാപ്റ്റന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ലോയലായിട്ടുള്ളൊരു ക്യാരക്ടർ. ഹോണർ, തൻ്റെ മുന്നിൽ കിടന്ന് തൻ്റെ ക്യാപ്റ്റൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ സാമുറൈസ് ആണെങ്കിൽ പോലും തങ്ങളുടെ മാസ്റ്റേഴ്സിന് വേണ്ടി ജീവിക്കുകയാണ്. അവരൊരു യുദ്ധത്തിന് പോയിട്ട് ആ ഒരു യുദ്ധത്തിൽ അവർ തോറ്റു കഴിഞ്ഞ് പിന്നെ ജീവനോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിലും അപമാനകരമായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. അത്രയ്ക്ക് ഡിസ്റെസ്പെക്റ്റ് ആയിരിക്കും ആ ഒരു ക്യാരക്ടേഴ്സിന് അതിലൂടെ ഉണ്ടാകുന്നത്. പകരം ആ ഒരു യുദ്ധത്തിൽ പോരാടി മരിക്കുന്നതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോരാടി തോറ്റുപോയിട്ട് അവസാനം ജീവിച്ചിരിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അർത്ഥവും അവർ കാണുന്നില്ല. ഈ ഒരു സെയിം സംഭവം തന്നെയാണ് സോറോയുടെ കാര്യത്തിൽ. അതായത് തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ക്യാപ്റ്റൻ മരിക്കുന്നതിലും
ഭേദം തൻ്റെ ക്യാപ്റ്റന് വേണ്ടി താൻ മരിക്കുന്നതാണ് പോരാടി. അങ്ങനെ വിശ്വസിച്ച് പോകുന്ന അത്രമാത്രം ഹോണറബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് റോർണോവ സോറോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹോണറിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മിഹോക്കായിട്ടുള്ള ആ ഒരു സീനിനെ പറ്റി സംസാരിക്കാൻ പറ്റും. അതായത് മിഹോക്കായിട്ട് നമ്മുടെ സോറോ അതായത് ഏറ്റവും ആദ്യം കുറച്ച് എപ്പിസോഡിനകത്ത് ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. അതായത് സോറോയ്ക്ക് തന്നെ മനസ്സിലാകുന്ന തനിക്കും മിഹോക്കിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രമാത്രമാണ്, പവർ ഡിഫറൻസ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്നൊരു മൊമെൻ്റ് ഉണ്ട്. തൻ്റെ ഡ്രീമിലേക്ക് ഇനി എത്രമാത്രം ദൂരം സഞ്ചരിക്കണമെന്നുള്ള ഒരു മൊമെൻറ്റ് മനസ്സിലാക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് സോറോ മിഹോക്കിനെ നേരിടുന്ന സമയത്ത് അത്രമാത്രം ഹോണറബിളായിട്ടാണ് പോരാടിയത്. അതായത് തൻ്റെ പിന്നിലൊരു വെട്ട് കിടക്കുന്നതിലും ഭേദം തൻ്റെ മുന്നിൽ വെട്ട് വീഴുന്നതാണ്. അതായത് തൻ്റെ പിന്നിൽ വെട്ട് വീണ് കഴിഞ്ഞാൽ താൻ അത്രയും മോശമായിട്ടുള്ളൊരു വാരിയറായിട്ട് മാറും. തൻ്റെ ആ ഒരു ഹോണറിന് തന്നെ അതൊരു വലിയ കോട്ടം തട്ടും എന്ന് കരുതിക്കൊണ്ട് ആ ഒരു ക്യാരക്ടർ മിഹോക്കിനോട് സംസാരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മരിക്കാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റിലും നമ്മുടെ സോറോയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കാൻ നിൽക്കുകയാണ് മിഹോക്ക്. ആ സമയത്ത് സോറോയോട് പറയുന്നുണ്ട്, നീ തോറ്റുപോയി. എങ്കിൽ പോലും ഹോണറബിളായിട്ട് ആ ഒരു ക്യാരക്ടർ തനിക്ക് ഇവിടെ മരിച്ചാലും കുഴപ്പമില്ല, താൻ ഒരിക്കലും പിന്മാറത്തില്ല. പിന്നോട്ട് തൻ്റെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഹോണറിനെ തന്നെ അത് കാര്യമായിട്ട് ബാധിക്കുമെന്ന് കരുതിക്കൊണ്ട് തൻ്റെ ആ ഒരു കറേജിനെ അത്രമാത്രം വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ക്യാരക്ടറാണ് റോർണോവ സോറോ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എത്രമാത്രം ഗംഭീരമായിട്ടാണ് ആ ഒരു ക്യാരക്ടർ ബുഷിഡോ എന്ന് പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിനെ ഫോളോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് മാത്രമല്ല, ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട്, അതായത് തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശരികളെ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെയൊക്കെ അതേപടി തുറന്നു പറയാൻ ഈ ഒരു ക്യാരക്ടറിന് ഒരു മടിയില്ല. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉസോപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ തിരിച്ചു വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അതായത് ഉസോപ്പ് ആദ്യം ആ ഒരു ക്രൂവിൽ നിന്ന് പോയിട്ട് പിന്നീട് തിരിച്ചു വരും. അതായത് ഉസോപ്പ് തിരിച്ചു വരുന്നു എന്നൊരു വാർത്ത അറിയുമ്പോഴത്തേനും നമ്മുടെ ലുഫിയും ചോപ്പറും കൂടെ ചാടി ഉസോപ്പിനെ പോയി വിളിക്കാമെന്നും പറഞ്ഞിറങ്ങി പോകുന്ന മൊമെൻറ്റിൽ സോറോ നിൽക്ക്, പോവരുത്, അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരികളെ അതേപടി കറക്റ്റായിട്ട് ട്രൂത്ത്ഫുള്ളായിട്ട് തൻ്റെ ക്രൂവിലുള്ള ബാക്കി മെമ്പേഴ്സിനോട് പറയുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടർ തൻ്റെ ക്യാപ്റ്റനെ അത്രയധികം അപമാനിച്ച, തൻ്റെ ക്യാപ്റ്റനോട് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇല്ലാത്തൊരു ക്യാരക്ടർ നമ്മുടെ ക്രൂവിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഉസോപ്പ് വന്ന് ലുഫിയോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ ആ ഒരു ക്യാരക്ടറിനെ ക്രൂവിലേക്ക് കയറ്റാൻ പറ്റത്തുള്ളൂ. അത്രയും ട്രൂത്ത്ഫുൾനെസ്സിനോട് കൂടിയാണ് ആ ഒരു ക്യാരക്ടർ ആ ഒരു ക്രൂവിലൂടെ പോകുന്നതെന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയിലൂടെ പോകുന്നതെന്ന് നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ മനസ്സിലാവും. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കരുതി കാണും ബെനവലൻസ് അല്ലെങ്കിൽ ആ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എവിടെയും കാണുവാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മുടെ സോറോ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയധികം കമ്പാഷനേറ്റ് ആയിട്ട് തൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് അത്രയധികം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവരെ ഒന്നും നോക്കാണ്ട് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പല കാര്യങ്ങളും ശ്രമിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ് സോറോ. ഇതിൻ്റെയൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വൺ പീസ് എന്ന് പറയുന്ന ഷോയുടെ പലയിടങ്ങളിലായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ സോറോ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഓരോ മൊമെൻറ്റ്സും ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് രോമാഞ്ചം അടിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എഴുതി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് ഐറ്റമാണ് റോർണോവ സോറോ. ഒരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടറിന് എത്രമാത്രം ഫാൻ ബേസ് ഉള്ളതെന്ന്. കാരണം നമുക്ക് പോലും അത്രയധികം റെസ്പെക്റ്റ് തോന്നിപ്പോകുന്നൊരു ക്യാരക്ടർ അതാണ് റോർണോവ സോറോ. എന്നെ സംബന്ധിച്ച് ഒരുപാട് സൈഡ് ക്യാരക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത്ര ചെറുതല്ല. അതുപോലെ തന്നെ നമ്മൾ സോറോയുടെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത്. അതായത് ഇപ്പം ഈ ഒരു വൺ പീസ് എന്ന് പറയുന്ന ആനിമയിലെ തന്നെ പോസ്റ്റ് ടൈം സ്കിപ്പിന് ശേഷമുള്ള പല മൊമെൻറ്റ്സിലും സോറോയുടെ ഫൈറ്റിന് വേണ്ടിയുള്ള ആ ഒരു CG അല്ലെങ്കിൽ ആ ഒരു ആനിമേഷൻ വർക്ക്സ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അതായത് ആ ഒരു ക്യാരക്ടർ ഒരു ഫൈറ്റിന് പോകുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ആ ഒരു ആനിമേഷൻ സ്റ്റൈലും ആ സമയത്തുണ്ടാകുന്ന ഒരു മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ രോമമൊക്കെ എണീറ്റ് എൻ്റെ മോനെ നമുക്കൊരു വല്ലാത്ത ജാതി ഫീൽ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ക്യാരക്ടറിന് സംടൈംസ് MCA കഴിഞ്ഞും ഗംഭീര ആനിമേഷനൊക്കെ കിട്ടി രോമാഞ്ചമൊക്കെ അടുപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സംഭവം അതാണ് റോർണോവ സോറോ. ഇതിലും ഗംഭീരമായിട്ട് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എന്നെ സംബന്ധിച്ച് ഈ ഒരു ക്യാരക്ടർ എനിക്ക് തന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് ആസ് എ വൺ പീസ് ആരാധകൻ ഈ ഒരു ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയേക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് അത്ര ചെറുതല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് മിനിറ്റ്സ്, ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് നേരങ്ങൾ നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുവാൻ സാധിക്കും. അതായത് ഓരോരോ മൊമെൻറ്റ്സ് എടുത്ത് ഈ ഒരു ക്യാരക്ടർ ഓരോരോ മൊമെൻറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ എടുത്തെടുത്ത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്കുണ്ട്. അതുപോലെയാണ് റോർണോവ സോറോയെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് അംഗീകരിച്ച് പോകുന്നുണ്ട്. അതായത് ഈ ബുഷിഡോ എന്ന് പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് അത്രയധികം ഗംഭീരമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നൊരു ക്യാരക്ടറാണോ റോർണോവ സോറോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയുക. നമുക്ക് പുതിയൊരു വീഡിയോയ്ക്കകത്തൊരു പുതിയ ക്യാരക്ടറിൻ്റെ അനാലിസിസ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.